കോഴിക്കോട്ട് വീണ്ടും നിപ വൈറസ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അടിയന്തര യോഗം ചേർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ. രോഗം സ്ഥിരീകരിച്ച ഫറോക്ക് കോളേജ് സ്വദേശിയായ 43-കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിളിന്റെ ഫലം ഇന്ന് ലഭിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരന് രോഗം സ്ഥിരീകരിച്ചത്. സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്റർ കഴിഞ്ഞ ഇദ്ദേഹത്തെ ഇന്നലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വ്യാപാരിയായ ഇയാൾക്ക് സ്വന്തം ഗോഡൌൺ വൃത്തിയാക്കിയതിനു ശേഷമാണ് രോഗലക്ഷണങ്ങൾ വന്നത് എന്നതാണ് പ്രാഥമിക വിവരം. പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചതിനു പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി സൂപ്രണ്ട് അറിയിച്ചു. രോഗബാധിതരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട ആളുകളോട് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്കം പുലർത്തിയ 5 പേരുടെ സാമ്പിളുകൾ നിലവിൽ പരിശോധനയ്ക്കായി അയച്ചു. അതേസമയം പ്രദേശത്ത് മുൻകരുതൽ നടപടികൾ ഇതുവരെ എടുത്തില്ല എന്ന ആരോപണവും ഉയരുന്നു. ഫറൂഖ് കോളേജ് മേഖലയ്ക്കകത്ത് ഇങ്ങനെ ഒരു സംവിധാനം 5-ാം ഡിവിഷനിലുണ്ടെങ്കിൽ അവിടെ ആവശ്യമായ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കുകയോ ഗതാഗതം ആളുകളെ വീടുമായിട്ട് ബന്ധപ്പെടുന്നതിന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടാവണം. നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആരോഗ്യവകുപ്പ് വളരെ ഊർജ്ജസ്വലതയോടെ നടത്തുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MLA ഈ വിവരം ഇന്നലെ രാത്രി തന്നെ അറിയുകയും ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കളക്ടറോട് പറയുന്ന ഉത്തരവൊക്കെ ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വിവരങ്ങളൊക്കെ പറയുകയുണ്ടായി. എന്നാൽ ഇതുവരെ അത്തരമൊരു കാര്യം നീങ്ങിയതായിട്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ മുനിസിപ്പാലിറ്റിയിൽ 10 മണിക്ക് മീറ്റിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 മണിക്ക് മീറ്റിംഗ് നടന്നിട്ടില്ല. കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ വിവരത്തിനനുസരിച്ച് ചെയ്യാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്താണ് ഇതുപോലുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരം നടപടികൾ ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് നടത്താതെ ഈ ഒരു വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഈ രീതി ജനങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. രോഗ ഉറവിടം, സമ്പർക്ക പട്ടിക, റൂട്ട് മാപ്പ്, എത്ര പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ വരും സമയങ്ങളിൽ വ്യക്തത വരും. കൈരളി ന്യൂസ്, കോഴിക്കോട്.